സീസൺ 1 എപ്പിസോഡ് 4. ഒരു ടണലിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഒരാൺകുട്ടി. കയ്യിലൊരു ലഞ്ച് ബോക്സ് ഉണ്ട്. അവൻ ആകെ ഭയപ്പെട്ടു. കാരണം ടൗണിലാകെ ശവശരീരങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ കാലത്ത് തന്നെ ഷെരീഫ് പണിഷ്മെൻറ്റ് ബോക്സിൻ്റെ അടുത്തേക്ക് പോവാണ് ഫ്രാങ്ക് എന്തായി എന്നറിയാൻ വേണ്ടി. സോഫയിൽ കിടന്ന് ഉറങ്ങുന്ന ജൂലി അടുത്തിരുന്ന് നമ്മുടെ വിക്ടർ അവളെക്കുറിച്ചുള്ള ഒരു പടം വരയ്ക്കുകയാണ്. ഇവള് ഉണരുമ്പോഴേക്കും ഇയാളെ കണ്ട് പേടിക്കുന്നുണ്ട്. നമ്മൾ ചിലപ്പം സ്വപ്നമാണെന്ന് വിചാരിക്കുന്നതും ശരിക്കും ഉള്ള കാര്യമായിരിക്കും. ഞാനതെ പണ്ട് ഞാൻ സ്വപ്നമാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞാനിപ്പം ഓർക്കുന്നു. നിൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നീ എടുത്തോ എന്നും പറഞ്ഞ് അയാളങ്ങ് പോകുന്നു. ഇപ്പോൾ ട്രൂഡി അങ്ങോട്ട് വന്നിട്ട് ജൂലിയോട് എൻ്റെ പില്ലോ തരാമോ എന്ന് ചോദിക്കും. നിൻ്റെ പില്ലോ ആയിരുന്നു, സോറി കേട്ടോ, എനിക്ക് ആരോ ഇന്നലെ അത് കുഴപ്പമില്ല തന്നേക്കും. പിന്നെ നീ ഇട്ടിരിക്കുന്ന പോലത്തെ ഒരു ടീഷർട്ട് എനിക്കുണ്ട്, അത് നിൻ്റെ തന്നെയാണ്, സ്യൂട്ട് കേസ് ഞാൻ എടുത്തതാണ്, ഇവിടെ എല്ലാവരും എല്ലാം ഷെയർ ചെയ്യും, എനിക്കത് ഇഷ്ടമല്ല എന്ന് ജൂലി പറയുന്നു. ഡൈനറിലേക്ക് സഹായിക്കാൻ വേണ്ടി വരുന്ന സാറ മിസ്സസ് ലിയു അവിടെ നിന്ന് കരയുന്ന കാണുമ്പം ഇവളിങ്ങനെ കുറ്റബോധത്തോടുകൂടി നിൽക്കുന്നു. അവളെ കാണുമ്പോൾ മുഖത്തേക്ക് വാ എന്നും പറഞ്ഞ് അവർ വിളിക്കുന്നുണ്ട്. തബീത്തെ കാണിക്കുന്നു, ഭയങ്കര സാഡായിട്ടിരിക്കുകയാണ്. ജിം അങ്ങോട്ടേക്ക് വരുമ്പം ഇവൾ ചോദിക്കുകയാണ്, നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടിയതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മരിച്ച ഒരു സ്ത്രീയുടെ കപ്പിൽ നിന്നാണ് ഞാൻ ചായ കുടിക്കുന്നത്, ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോയില്ലേ? ജൂലി കോളനി ഹൗസിൽ എന്ത് ചെയ്യാമെന്ന് പോലും എനിക്കറിയത്തില്ല, എനിക്ക് ആകെ സങ്കടമാണെന്ന് പറയുമ്പോൾ കരയുന്നത് കണ്ടിട്ടാണ് ഈതൻ അങ്ങോട്ട് വരുന്നത്. അമ്മ കരയുവാണോ എന്ന് ചോദിക്കുമ്പം അല്ല മോനെ, എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് ജൂലിയെ കാണണം എന്ന് ഈതൻ പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു ഡൈനറിലേക്ക് പോയാലോ, അവിടെ പാൻ കേക്ക് ഉണ്ടാകുമോ എന്ന് ഈതൻ ചോദിക്കുന്നുണ്ട്. പിന്നെന്താ, അവിടെ കാണും. അപ്പോൾ തബീത പറയുകയാണ്, നിങ്ങൾ പോയി കഴിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പം മമ്മി ഇവിടെ എന്ത് ചെയ്യാൻ പോവുക? ഞാൻ അൺപാക്ക് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ജിമ്മും ഈതനും കൂടെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് അവർ ഫ്രാങ്കിൻ്റെ ബോഡി ഒരു കാറ്റിലാക്കി തള്ളിക്കൊണ്ട് വരുന്ന നമ്മുടെ ഷെരീഫിനെ കാണുന്നുണ്ട്. ഹായ് ഷെരീഫ്, എന്താ ചെയ്യുന്നത്? എന്താ ആ കാട്ടിൽ? ഇയാൾ പെട്ടെന്ന് ആ ബോഡി ഇങ്ങനെ കവർ ചെയ്യും. അതൊന്നുമില്ല മോനെ, കുറച്ച് സപ്ലൈസ് ആണ്, ചർച്ചിൽ കൊടുക്കാൻ വേണ്ടി പോവാണ്, ഞാൻ സഹായിക്കട്ടെ എന്ന് ഈതൻ ചോദിക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾ സമയത്തിന് പോയി കഴിക്കുകയില്ലെങ്കിൽ പോയാൽ ചിലപ്പം ലേറ്റായാൽ ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ജിമ്മ് ഡൈനറിലേക്ക് പോകുന്നു, ഇദ്ദേഹം ചർച്ചിലേക്കും. ഡൈനറിലേക്ക് എത്തുന്ന ജിമ്മിനെയും ഈതനെയും വെൽക്കം ചെയ്യുന്ന സാറ. അപ്പോൾ സാറയോട് ജിം ചോദിക്കുന്നുണ്ട്, ആ നിൽക്കുന്ന അവരുടെ ഭർത്താവല്ലേ കഴിഞ്ഞ ദിവസം മരിച്ചതെന്ന്. ആദ്യം നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ പാൻ കേക്ക് ഉണ്ടോ എന്ന് ഈതൻ ചോദിക്കുന്നു. പിന്നെന്താ, മിസ്സസ് ലീവിനോട് പറയാം, മിക്കവാറും നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. അങ്ങനെ അവർ വെൽക്കം ചെയ്ത് അവിടെ ഇരുത്തുന്നുണ്ട്. ഇപ്പോൾ ഷെരീഫ് ഫ്രാങ്കിൻ്റെ ബോഡിയായിട്ട് ചർച്ചിലെത്തിയിട്ടുണ്ട്. ഫാദർ കാത്രി ചോദിക്കുന്നുണ്ട്, ഒട്ടും വളരെ കുറച്ച് മാത്രമേ ബാക്കി വെച്ചുള്ളൂ അല്ലേ അവൻ്റെ ബോഡിയിൽ നിന്ന്. അന്നേരം ഷെരീഫ് വലിയ മൈൻഡ് ചെയ്യാതെ അവൻ്റെ ബോഡി അവൻ്റെ ഭാര്യയുടെയും മകളുടെയും അടുത്ത് തന്നെ ബറി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ, നീ പോയിട്ട് സർവീസിന് വേണ്ടി വരില്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ ഇയാൾ കളിയാക്കി ചിരിക്കുന്നു. എന്താ, സർവീസിൻ്റെ സമയത്ത് ഫ്രാങ്കിൻ്റെ മരണത്തിന് ഉത്തരവാദി നിങ്ങളാണെന്ന് നിങ്ങൾ പറയുമോ എന്ന് ഷെരീഫ് ഫാദറിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്ക് സമാധാനമായോ എന്ന് ചോദിക്കുന്നു ഫാദർ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ജെയ്ഡിനെ തപ്പി വരുവാണ് ഡെപ്യൂട്ടി കെനി. അപ്പോൾ ടണലിൻ്റെ അടുത്തിരിക്കുന്ന ജെയ്ഡിനെ കണ്ടിട്ട്, നീ ഇവിടെ എന്താ എടുക്കുന്നത്? ബാ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നും പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും, നീ വന്നേ, എനിക്കൊരു കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞ് ടണലിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഇവിടെ ഞാൻ ഈ ബോഡി കണ്ടതാണ്, ഇവിടെ ഒരു വൃത്തിയായിട്ട് സിമ്പൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ കണ്ട കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഞാൻ പറഞ്ഞ് ആദ്യത്തെ 2 ദിവസം എല്ലാവർക്കും ഇതുപോലെ ടഫായിരിക്കും, പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഹാലുസിനേറ്റ് ചെയ്തതല്ല, ഞാൻ കണ്ട കാര്യമാണ്. ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ആളാണ്, എനിക്കറിയാം ഞാൻ കണ്ടത് എന്താണെന്നും എൻ്റെ തോന്നലാണോ എന്നുള്ളതൊക്കെ. ഇതിന് ഒരു എക്സ്പ്ലനേഷൻ കിട്ടണം, നിങ്ങൾ ആരും അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ജെയ്ഡ്. അങ്ങനെ പറയും, നമുക്ക് ഷെരീഫിൻ്റെ ഓഫീസിലേക്ക് പോയിട്ട് സംസാരിക്കാം, വാ എന്നും പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു കെനി. ഡൈനറിൽ മിസ്സസ് ലിയു ഇപ്പോൾ ഈതന് വേണ്ടി പാൻ കേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുത്തു. അവന് ഇത് കണ്ടപ്പോൾ തന്നെ സന്തോഷമായി, താങ്ക് യു പറയുന്നുണ്ട്. എൻജോയ് ചെയ്യും മോനെന്ന് പറഞ്ഞ് അവർ ജിമ്മിനോട് ചോദിക്കുമ്പോൾ ജിം പറയും, ഞാനും അതിനകത്ത് നിന്ന് കുറച്ച് കഴിച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ അവർ കഴിക്കാനിരിക്കുമ്പോൾ നമ്മളിനി ഇവിടെയാണോ താമസിക്കുന്നതെന്ന് ഈതൻ ചോദിക്കുന്നുണ്ട്. അല്ല മോനെ, ഇതൊരു വെക്കേഷൻ പോലെ, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം എന്ന് പറയുന്നു. അപ്പോൾ അവൻ മരിച്ചുപോയ അവൻ്റെ അനിയൻ തോമസിനെ കുറിച്ച് പറയുകയാണ്. ഇത് കേട്ട് ജിം ആകെ അപ്സെറ്റ് ആവുന്നു. അവൻ പറയുന്നു, ഞാനൊന്ന് ബാത്റൂം പോയിട്ട് വരാം എന്നും പറഞ്ഞ് ബാത്റൂമിലേക്ക് പോയി നിന്ന് അവിടെ നിന്ന് ഭയങ്കര കരച്ചിലാണ്. പെട്ടി അൺപാക്ക് ചെയ്യുന്ന തബീത അതിനുള്ളിൽ ജൂലിയുടെ ഒരു സ്വെറ്റർ കണ്ടിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡൈനറിൽ ഈതൻ്റെ അടുത്തേക്ക് വരുന്ന വിക്ടർ 4 ഇഞ്ചസ് എന്ന് പറയുന്നു. എന്താ, അല്ല 4 ഇഞ്ചസ് ട്രീസ് മൂവ് ചെയ്തു. ഗുഡാണോ ബാഡാണോ? അത് അത്രയും അടുത്തോട്ട് വന്നു, അത് ഭയങ്കര ബാഡാണോ? ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അതെ, ഈ പടത്തിൽ കാണുന്ന കൊച്ചിനെയാണോ നീ കണ്ടതെന്ന് പറഞ്ഞേ എന്ന് വിക്ടർ ചോദിക്കുമ്പോൾ ഇവൻ ആ പടം നോക്കിയിട്ട്, ഇത് ആര് വരച്ചു? ഞാൻ തന്നെ. പക്ഷേ ഇത് ക്രയോൺ വെച്ചാണല്ലോ വരച്ചേക്കുന്നത്.
അതിനിപ്പോൾ എന്താ, നീ വലിയ ആളല്ലേ, അതല്ലല്ലോ നീ നോക്കിയിട്ട് പറ, ആ കൊച്ചിനെയാണോ നീ കണ്ടത് എന്ന് വിക്ടർ ചോദിക്കുമ്പം അതെ ഈ കൊച്ചിനെ തന്നെയാണ്. ഷെടാ, അപ്പോൾ അവൻ ഒറിജിനലായിരുന്നോ എന്ന് വിക്ടർ സംശയിക്കുന്നു. അങ്ങോട്ടേക്ക് വരുന്ന ജിം, നീ എന്തിനാ എൻ്റെ കൊച്ചിൻ്റെ അടുത്തേക്ക് വന്നതിന് മേലെ അവൻ്റെ അടുത്തേക്ക് വരരുത്, അവനോട് സംസാരിക്കരുത് എന്നും പറഞ്ഞ് വിക്ടറിനെ ഉപദ്രവിക്കുന്നുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ച് ഈതൻ വഴക്കിടുന്നു. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈതനെ അവിടെ നിന്ന് വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ജിം. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂലിയുടെ അടുത്തേക്ക് വരുന്ന ഫാത്മ, നീ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല, സാരമില്ല, ട്രൂലിയുടെ കയ്യിൽ നിന്ന് ആ ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു തരാം. നിനക്കങ്ങനെ മനസ്സിലായി? അവളൊരു പുതിയൊരു പിട്ടേക്കുന്ന കണ്ട് അവളെന്തായാലും ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിച്ചൊന്നും അല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്നിട്ട് ഇവളെ വിളിച്ചു കൊണ്ടുപോയി ഉണങ്ങാനിട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ പെറുക്കിയെടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, പണ്ട് ചാർലിയുടെ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് ട്രൂലി എടുത്തിട്ട് മറ്റാർക്കും ഷെയർ ചെയ്യാൻ അവൾ കൊടുക്കത്തേയില്ല, അവൾ ഒളിപ്പിച്ചു വെക്കുമായിരുന്നു. ഇതാണ് നീ എതിട്ടെ, ഇത് നീ ഇടുന്ന കണ്ട ചാർലിക്ക് ഇഷ്ടമാകും എന്നും പറഞ്ഞ് അവളെ ഇടിപ്പിക്കുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് കയറുന്ന ഈതൻ ജിമ്മിനോട് വിക്ടർ എൻ്റെ ഫ്രണ്ടായിരുന്നു, അവനോട് അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അച്ഛൻ സോറി പറയുന്നുണ്ട്. എനിക്ക് സോറി ഒന്നും കേൾക്കണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, എന്നോട് മിണ്ടണ്ട, ഇറങ്ങിപ്പോ എന്ന് പറയുന്നു. ജിം വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. ഇപ്പോൾ ജൂലിയുടെ ആ സ്വെറ്ററും കൊണ്ട് കോളനി ഹൗസിലേക്ക് വരികയാണ് തബീത്ത അത് കൊടുക്കാൻ വേണ്ടി. അവളെ കാണുമ്പോൾ ജൂലി അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. തബീത്ത പറയുകയാണ്, നീ തിരിച്ച് വീട്ടിലേക്ക് വാ, നമുക്ക് ഒന്നിച്ച് ജീവിക്കാം, ഡോണയോട് ഞാൻ പറയാം നിനക്കൊരു തെറ്റ് പറ്റിയതാണെന്ന്. ഉടനെ അവൾ, ആര് പറഞ്ഞു തെറ്റ് പറ്റിയതാണ്, ഞാൻ വരുന്നൊന്നുമില്ല എന്നും പറഞ്ഞ് ചൂടാവുന്നുണ്ട്. മോളെ, നമ്മൾ ഒരു ഫാമിലി ഇല്ല, നമുക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടത് ചോദിക്കുമ്പോൾ ഫാമിലിയെക്കുറിച്ചൊന്നും നിങ്ങൾ എൻ്റെ അടുത്ത് ഡയലോഗ് കിടക്കരുത്, നമ്മുടെ ഈ ട്രിപ്പ് കഴിയുമ്പം നിങ്ങൾ ഡിവോഴ്സ് ആവാണ്ടിരിക്കുമല്ലായിരുന്നോ, എനിക്കറിയാം, എന്നെ പഠിപ്പിക്കേണ്ട, ഞാൻ കുഞ്ഞു കൊച്ചൊന്നും അല്ല എന്ന് പറഞ്ഞ് ജൂലി ചൂടാവുന്നുണ്ട്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അവനെ പറയുന്ന തോമസ് മരിച്ചു എന്നുള്ള ഒരു സത്യമാണ്, നിങ്ങൾക്ക് വേറെ 2 മക്കൾ, ഞാനും ഈതനും ഉണ്ട്, അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ എപ്പോഴും തോമസ് എന്ന് പറഞ്ഞ് മോളെ അത്ര സിമ്പിളല്ല, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിതിന് താല്പര്യമില്ല എന്നും പറഞ്ഞ് ജൂലി തിരിച്ചു പോകുന്നുണ്ട്. ഉടനെ നമ്മുടെ ഫാത്മ വന്നിട്ട് ആ സ്വെറ്റർ തബീത്തയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അവൾക്ക് ഞാൻ കൊടുത്തോളാം എന്ന് അങ്ങനെ താങ്ക്സ് പറഞ്ഞിട്ട് തബീത്ത കരഞ്ഞ് തിരിച്ചു പോകുന്നു. ഷെരീഫിൻ്റെ ഓഫീസിലേക്ക് വരുന്ന ഡെപ്യൂട്ടി കെനി അവിടെ ഇരിക്കുന്ന ഒരു മാപ്പും അതിൽ കുറേ പിൻസ് തറച്ചു വെച്ചിട്ടുണ്ട്. അത് ജെയ്ഡിനെ കാണിക്കുകയാണ്. ഇത് കണ്ടോ, ഈ സ്ഥലത്തായിരുന്നു നിങ്ങൾ 2 പേരും കാർ ഓടിച്ച് വന്നത്. എന്നിട്ട് അതിൻ്റെ കുറേ ദൂരെയായിട്ടുള്ള മറ്റൊരു പൊസിഷൻ കാണിച്ചിട്ട് ഇവിടെയാണ് ജിമ്മും ഫാമിലിയും വന്നത്. പക്ഷേ നിങ്ങൾ 2 പേരും വണ്ടി തമ്മിലിടിക്കുകയും ചെയ്തു, ഇവിടെ വന്ന് എൻഡ് ചെയ്യുകയും ചെയ്തു. ഇതേപോലെ ഈ മാപ്പിൽ കാണുന്ന ഇത്രയും പിൻസും ഇവിടെ വന്നേക്കുന്ന പല ആൾക്കാരാണ്. അവർ US-ൻ്റെ പല ഭാഗങ്ങളിലാണ് ഡ്രൈവ് ചെയ്തത്, പക്ഷേ എല്ലാവരും ഇവിടെ എത്തപ്പെട്ടു. അതെങ്ങനെ ആണ് ജെയ്ഡി ചോദിക്കുന്നത്? ദാറ്റ്സ് ഇമ്പോസിബിൾ. അതാണ് ഞാൻ പറഞ്ഞത്, അതങ്ങനെയാണ്. അതാണ് നീയും ഞാനും തമ്മിലുള്ള വ്യത്യാസം. എവിടെയെങ്കിലും കുത്തിയിരുന്നിട്ട് ഈ കാണുന്നതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഇതാരോ ചെയ്യുന്നതാണ്, അത് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അത് കണ്ടുപിടിക്കുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്ന് പറയുന്ന ജെയ്ഡിനോട് കെനി പറയാണ്, അങ്ങനെയാണെങ്കിൽ നിൻ്റെ തലയ്ക്ക് വട്ടുപിടിക്കും. പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ എല്ലാവരുടെയും സ്ഥിതി അത് തന്നെയാണ്. അവർ എല്ലാത്തിനും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും, അവർക്ക് ഉത്തരവൊന്നും കിട്ടാനും പോകുന്നില്ല, അവസാനം ഭ്രാന്താവുകയും ചെയ്യും. അതായത് ഈ സ്ഥലം ഇവിടെ വരുന്ന എല്ലാവരും ആദ്യം പേടിക്കുന്നത് മോൺസ്റ്റേഴ്സിനെ പേടിച്ചാൽ മതി എന്നാണ്. പക്ഷേ അങ്ങനെയല്ല, നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകളൊക്കെ നമ്മൾ ഭയപ്പെടണം. അതാണ് ഈ സ്ഥലം നമ്മളോട് ചെയ്യുന്നത് എന്ന് പറയുമ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് ഭയങ്കര സൗണ്ട് കേൾക്കുന്നു. ഉടനെ കെനി പറയാണ്, അത് ശ്രദ്ധിക്കേണ്ട, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നതാണ്. ഇത് കേൾക്കുന്ന ജെയ്ഡ് അതെല്ലാം കൂടെ വലിച്ചു വാരിയെടുത്ത് പുറത്തേക്ക് പോകുന്നു. വിക്ടർ വരച്ച പടവും നോക്കി വിഷമിച്ചിരിക്കുന്ന ജിം അങ്ങോട്ടേക്ക് വരുന്ന തബീത്ത. ഉടനെ ഇവൻ പറയാണ്, ഈതൻ എന്നോട് ഭയങ്കര ദേഷ്യം. എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ഞാൻ വിചാരിച്ചു നീ അൺപാക്ക് ചെയ്യുക, നീ എവിടെ പോയിരുന്നു? ഞാൻ ജൂലി വന്ന് കാണാൻ പോയതാ. എന്നിട്ടെന്താ, നീ വിചാരിച്ചതുപോലെ തന്നെയെന്ന്. നമ്മുടെ ഡിവോഴ്സിനെ കുറിച്ചുള്ള കാര്യം അവൾക്കറിയാം. സാരമില്ല, ഒക്കെ ശരിയാകും എന്ന് ജിം പറയുമ്പം നിർത്തിക്കുവേണം ഈ പറച്ചിൽ. എപ്പോൾ നോക്കിയാലും ഒക്കെ ശരിയാകും. നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞൂടെ, നിങ്ങൾക്ക് വിഷമമുണ്ട്, പേടിയുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്നൊക്കെ. എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഇങ്ങനെ പറയുമ്പം ഞങ്ങൾ എന്തോ തെറ്റ് ചെയ്യുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് തബീത്ത പറയുന്നു. പിന്നെ ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് ജിം. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടെ ഓരോന്നും പറഞ്ഞ് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം വീടിനകത്ത് നിൽക്കുന്ന ഈതൻ അവന് ശ്രദ്ധിക്കുകയാണ്. അപ്പോഴേക്കും വിൻഡോയിലൊരു കൊട്ട് നോക്കുമ്പോൾ വിക്ടറാണ്. ബാക്കിലൂടെ ഇറങ്ങി വാ എന്ന് പറയുന്നു. അങ്ങനെ ഈതൻ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുന്നു. നമുക്ക് പോയി ആ ചെക്കനെ കണ്ടുപിടിക്കണം എന്ന് വിക്ടർ പറയുകയാണ്. എന്തിന്? അവൻ പണ്ട് പോയതാ, ഇപ്പം വീണ്ടും തിരിച്ചു വന്നു. അതെന്തിനാ വന്നതെന്ന് നമുക്കറിയണ്ടേ? ഞാൻ വരുന്നില്ല, എനിക്കിവിടെ നിന്ന് വരാൻ പറ്റത്തില്ലെന്ന് ഈതൻ പറയുമ്പം
പണ്ട് എന്നെ അവൻ ചൂസ് ചെയ്തിരുന്നു, ഇപ്പോൾ നിന്നെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നീ വന്നേ പറ്റുമെന്നു. ആണോ? അതെന്തോ അതൊരു ക്വസ്റ്റാണ്. എന്നാൽ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞ് ഇതിന് ഇറങ്ങുമ്പോൾ ഈ ക്രച്ചസ് ഇത് വേണ്ട, ഇത് ഹോസ്പിറ്റലിൻ്റെയാ, ഒരു വടി മതി എന്ന് പറഞ്ഞ് ഒരു വടി എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിനക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ബോക്സ് ഉണ്ടെന്ന് അവൻ്റെ ലഞ്ച് ബോക്സ് കാണിക്കുകയാണ്. ഈ സെയിം തുടക്കത്തിൽ കണ്ട ചെക്കനില്ലേ, ആ ചെക്കൻ്റെ കയ്യിലിരുന്ന അതേ ലഞ്ച് ബോക്സാണ് വിക്ടറിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇറ്റ് സീംസ് ആ കുട്ടി വിക്ടറിൻ്റെ ചെറിയ പ്രായമായിരുന്നു. പണിഷ്മെൻറ്റ് ബോക്സ് നന്നാക്കിക്കൊണ്ട് നിൽക്കുന്ന ഷെരീഫ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഫ്രാങ്കിനെ കൊണ്ടുപോയ കാർട്ടുമായിട്ട് വരുന്ന ഫാദർ കാത്രി എന്നിട്ട് പറയണം, നിനക്ക് മനസ്സിനൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഇനി വായി തോന്നിയതൊക്കെ എൻ്റെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയുമ്പം എനിക്ക് സംസാരത്തിന് താല്പര്യമില്ല എന്ന് ഷെരീഫ് പറയുന്നു. ഫാദർ തുടരുന്നു, ലോറിനും മേഘനും മരിച്ചത് നിൻ്റെ തെറ്റുകൊണ്ടല്ല. ഫ്രാങ്ക് സ്വന്തമായിട്ട് ഈ പണിഷ്മെൻറ്റ് ബോക്സിനുള്ളിലേക്ക് പോയതും നിൻ്റെ തെറ്റല്ല. ഇതൊന്നും അതല്ല നീ കാണിക്കുന്നതൊക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇനി സംസാരിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്ന് ഷെരീഫ് പറയുന്നു. നീ നിന്നെ തന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അവൾക്കൊട്ടും ഇഷ്ടമാവില്ല എന്ന് പറയുമ്പോൾ ഷെരീഫ് വല്ലാണ്ട് ചൂടാകുന്നു. മിണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ ഫാദർ ചോദിക്കുകയാണ്, നീ ഇവിടെ വരുന്നതിന് മുന്നേ ആഴ്ചയിൽ എത്രത്തോളം ആൾക്കാരെ കുഴിച്ചു മൂടുന്നത് ഞാനടുത്തെന്നറിയാവോ? നീ വന്ന 2 വർഷത്തിന് മുമ്പ് വരെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ടാലിസ്മാൻ കണ്ടുപിടിച്ചുകൊണ്ട് വന്നത് നീയാണ്. ഈ ടൗണിനെ രക്ഷിച്ചത് നീയാണ്. ഒരു ഓർഡറിൽ ആൾക്കാരും ഇപ്പോൾ ജീവിക്കുന്നതിന് കാരണവും നീയാണ്. നീ ഈ ടൗണിനെ രക്ഷിച്ചു പോയിരുന്നു. പക്ഷേ അതിന് നീ കൊടുക്കേണ്ടി വന്ന വില ഇപ്പോഴും അവളുടെ മുഖം എൻ്റെ കണ്ണിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പം നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നെനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഉള്ള വിഷമം പുറത്ത് കാണിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് ഇവിടെ ഒരു മരണം പോലും സംഭവിച്ചില്ല. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് 6 മരണങ്ങളുണ്ടായി. ആൾക്കാരൊക്കെ പേടിച്ചിരിക്കുകയാണ്, അവർക്ക് നിന്നെ വേണം. ഒരു പഞ്ചിങ് ബാഗ് പോലെ നിനക്ക് എന്നെ ഇടിക്കണോ? ഇടിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ആൾക്കാർക്ക് നിന്നെ വേണം. നീ സ്ട്രോങ് ആയിട്ട് നിന്നാലേ അവരെ ആശ്വസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അവരെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കേണ്ട ചുമതല നിനക്കാണ് ബോയ്ഡ്. ശരി, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോകുന്നു. ഷെരീഫ് തൻ്റെ പണി തുടരുവാണ്. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നില്ല. ഇടത് കൈ ഇങ്ങനെ വിറയ്ക്കുകയാണ്, ട്രെമേഴ്സ്. അങ്ങനെ അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കാട്ടിലൂടെ നടന്നു പോകുന്ന വിക്ടറും ഈതനും. ആ ചെറുക്കൻ, ആ വെള്ള ഡ്രസ്സിട്ട് ചെറുക്കൻ പോയിട്ട് കുറേ നാളായി. ഞാനതൊരു സ്വപ്നമാണെന്ന് വിചാരിച്ച് തുടങ്ങുമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്നത് 2 കാറുകൾ വന്ന സമയത്താണ്. നിങ്ങളുടെ 2 കാറല്ല കേട്ടോ, അതിന് മുന്നത്തെ 2 കാറുകൾ. അതെപ്പോഴായിരുന്നു? അത് കുറച്ചായി. ഞാൻ ആദ്യമായിട്ട് അവനെ കാണുന്ന സമയത്ത് ഞാൻ നിൻ്റെ അത്രയും പോലും ഉണ്ടായിരുന്നില്ല എന്ന് വിക്ടർ. ആണോ? അപ്പോൾ കുറേ കാലമായിട്ട് നീ ഇവിടെ ഉണ്ടോ? ഏറ്റവും കൂടുതൽ കാലമായിട്ട് ഇവിടെ ഉള്ളത് ഞാനാണ്. കുറേ കാലം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെയെന്ന് വിക്ടർ പറയുന്നു. നീ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്? നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. നിൻ്റെ പാരൻസിന് എന്ത് പറ്റി? നിന്നോടല്ലേ ഇപ്പം പറഞ്ഞത് അതിനെക്കുറിച്ച് സംസാരിക്കണ്ടെന്ന്? ഓ സോറി. എനിക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, തോമസ് എന്നാണ് അവൻ്റെ പേര്. അവൻ കുഞ്ഞായിരിക്കുമ്പോഴേ മരിച്ചുപോയി. ഇതൊക്കെ എന്തിനാണ് എന്നോട് പറയുന്നത് എന്ന് ഇതിനോട് ചോദിക്കുകയാണ് വിക്ടർ. അല്ല, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. ഓ സോറി. ദേ പോകുന്ന ആ ചെക്കൻ. എവിടെ? അവർ ഒളിഞ്ഞിരുന്ന് നോക്കുകയാണ് കേട്ടോ. ആ വൈറ്റ് ഡ്രസ് ഇട്ട കൊച്ചു പോകുന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവരതിൻ്റെ പിന്നാലെ പോകുന്നു. വഴക്ക് കഴിഞ്ഞ് വീടിനുള്ളിലേക്ക് കയറി വരുന്ന തബീത്ത അവളുടെ പിന്നാലെ ജിം വരുന്നുണ്ട്. എന്തോ പറയാൻ തുടങ്ങുമ്പോൾ വേണ്ട ഇപ്പം സംസാരിക്കരുത്, ഞാനിപ്പം ജൂലിയെ കാണാൻ വേണ്ടി ഈതനെയും കൂട്ടി പോകാൻ പോവാണ് എന്ന് പറഞ്ഞിട്ടും ഈതനെ അന്വേഷിക്കുന്നു. അപ്പോൾ അവനെ കാണുന്നില്ല. അടുക്കള വാതിൽ തുറന്നു കിടക്കുന്ന കാണുന്നു. അങ്ങോട്ട് ഇറങ്ങി നോക്കുമ്പോൾ പിന്നെ ക്രച്ചസ് അവിടെ കിടക്കുന്നു. 2 പേരും വല്ലാതെ പേടിച്ചു. ഇപ്പോൾ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ് ഈതനെ. വൈറ്റ് ഡ്രസ് ഇട്ട് കുട്ടിയെ ഫോളോ ചെയ്ത് വരികയായിരുന്നു വിക്ടറും ഈതനും കൂടെ. പക്ഷേ ഇപ്പോൾ അവൻ അവരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു. ചേട്ടാ, അവൻ ഇവിടെ പോയി. അതേ ഒരു ഫാറവേ ട്രീ നിൽക്കുന്നു. അതെന്തുവാ? ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഒരു കല്ലെടുത്ത് അതിലൊരു ഫേസ് വരച്ചിട്ട് ആ മരത്തിൻ്റെ പൊത്തിലേക്ക് ഇടുകയാണ് വിക്ടർ. എന്ത് സംഭവിക്കും? നോക്കാം. ചിലപ്പോൾ ഒന്നും സംഭവിക്കില്ല. ചിലപ്പോൾ എന്ന് പറയുമ്പോഴേക്കും ഈ കല്ല് ഇവരുടെ കുറച്ച് ഇപ്പുറത്തേക്ക് മാറി വന്ന് വീണു. അയ്യോ, അതെങ്ങനെ സംഭവിച്ചു? അതങ്ങനെയാണ്. പക്ഷെ ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലെ വീഴും, ചിലപ്പം വേറെ എവിടെയെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ സ്റ്റക്കായി പോവും, ഒന്നും പറയാൻ പറ്റത്തില്ല. ഇതുപോലെ വേറെ ഉണ്ടോ ഈ മരം? പിന്നെ ഇതുപോലത്തെ ഒരു പഞ്ചുണ്ട്, പക്ഷേ ഈ മരം ഞാൻ ഇവിടെങ്ങും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുകയാണ്. പെട്ടെന്ന് ഭയങ്കരമായിട്ട് പട്ടി കുരയ്ക്കുന്ന സൗണ്ട്. അതുകൊണ്ട് ഇയാൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് ചെവി രണ്ടും അടയ്ക്കുകയാണ്. നോ എന്ന് പറഞ്ഞിട്ട്. എന്ത് പറ്റി? നിനക്കൊന്നും കേൾക്കുന്നില്ലേ എന്ന് ഈതനോട് ചോദിക്കണില്ല. ഞാനൊന്നും കേൾക്കുന്നില്ല. വാ നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് പോകാം എന്നും പറഞ്ഞ് കൊച്ചിനെ പിടിച്ച് നടക്കുന്നു.
ഈതനെ അന്വേഷിച്ച് കാട്ടിലേക്ക് എത്തിയ തബീറ്റയെയും ജിമ്മിനെയും കവർ ചെയ്ത് 3-4 പട്ടികൾ ഇവരാകെ പേടിച്ച് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഒരു വെടിവെച്ച് കയറ്റിയിട്ട് പട്ടികളൊക്കെ ഓടിപ്പോകുന്നു. ഇവർ നോക്കുമ്പം വിക്ടറിനൊപ്പം നടന്നു വരുന്ന ഈതനെ കാണുന്നു. തബീത്ത ഓടിച്ചെന്ന് കൊച്ചിനെ ഇങ്ങ് പൊക്കിയെടുക്കുന്നു. ഉടനെ ജിം വഴക്കിടുവാണ് വിക്ടറിനോട്, ഇതിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വരരുതെന്ന്. ഉടനെ വിക്ടർ പറയുന്നുണ്ട്, ഞാനൊരു ബാഡ് പേഴ്സൺ അല്ല, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, പ്ലീസ് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും തബീത്ത ജിമ്മിനെ വിളിച്ച് കൊണ്ടുപോകുന്നു. വിക്ടർ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്ന് താൻ വരച്ചു വെച്ചിരിക്കുന്ന പഴയ പടങ്ങളൊക്കെ എടുത്ത് നോക്കുവാണ്. അതിനകത്തുനിന്ന് ഇതുപോലെ ഇപ്പോൾ കണ്ടതുപോലെ ഒരു പട്ടിയുടെ പടമുണ്ട്. അതെടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ഇപ്പോൾ ആ കൊച്ചിനെ, വൈറ്റ് ഡ്രസ്സിലുള്ള കൊച്ചിനെ വരച്ചേക്കുന്ന പടവുമുണ്ട്. ഇത് രണ്ടും നോക്കിയിട്ട് ഇപ്പോൾ കാണിക്കുന്നത് ടൗണിലെ ആൾക്കാരൊക്കെ മരിച്ചു കിടക്കുന്നതും വിക്ടറും ഈ വെള്ള ഡ്രസ്സിട്ട കൊച്ചും ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതും. ഇത് കഴിഞ്ഞിട്ട് ഈ വെള്ള ഡ്രസ്സിട്ട കൊച്ചങ്ങ് നടന്നു പോകുന്നു. ആ പട്ടിയുണ്ട് അവിടെ. പിന്നെ വിക്ടർ ഈ ചെറുക്കൻ്റെ പിന്നാലെ വരുമ്പോഴേക്കും ഈ ചെറുക്കൻ കുറച്ച് അപ്പുറത്തേക്ക് മാറി നിന്ന് കളിക്കുകയാണ്. വിക്ടറിനെ ക്ഷണിക്കുന്നുണ്ട്. വിക്ടർ അത് വെറുതെ നോക്കി നിൽക്കുന്നതാണ്. ഇപ്പോൾ കാണുന്നത് വിക്ടറിൻ്റെ ചെറിയ പ്രായമാണല്ലോ കാണിച്ചത്. ഇപ്പം വിക്ടർ ശരിക്കും ആ സ്ഥലത്ത് വന്നിങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഇപ്പോൾ വീണ്ടും ആ പടങ്ങളൊക്കെ വരച്ചു. പട്ടിയെയും ആ വെള്ള ഡ്രസ്സിട്ട കുട്ടിയെയും പിന്നെ ഒരു ഫാറവേ ട്രീയും ഒക്കെ വരച്ച് തൻ്റെ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുന്നു. ടൗണിലാകെ ആൾക്കാർ നിറയെ മരിച്ചു കിടക്കുന്നതിൻ്റെ ഒരു സീനും ഉണ്ടായിരുന്നു. അതും ഇപ്പം വരച്ച് ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് അത് നോക്കി നിന്ന് വിഷമിക്കുന്ന വിക്ടർ. ഇപ്പോൾ വിക്ടറിനെ കുറിച്ചുള്ള പരാതിയായിട്ട് ഷെരീഫിൻ്റെ അടുത്ത് എത്തുവാണ് ജിമ്മ്. ഈ വിക്ടർ എപ്പോഴും എൻ്റെ മോൻ്റെ പിന്നാലെയാണ്, ഇന്ന് അവനെയും കൂട്ടി കാട്ടിൽ പോയി, ഞങ്ങൾ ആകെ വിഷമിച്ചു. മാത്രമല്ല വിക്ടറിൻ്റെ കയ്യിലൊരു തോക്കുണ്ട് എന്നൊക്കെ ഷെരീഫിനോട് പറയുന്നു. ഓക്കെ, ഞാനത് ഹാൻഡിൽ ചെയ്യാം, ഞാൻ ഡോണയായിട്ട് സംസാരിക്കാം എന്ന് ഷെരീഫ് പറയുന്നുണ്ട്. മാത്രമല്ല ഷെരീഫ് ആഡ് ചെയ്യുന്നത്, നിങ്ങളിവിടെ വന്നേ പിന്നെ ഇവിടെ ആകെ സംഭവ ബഹുലമാണ്, ഞാൻ ആകെ തിരക്കായിപ്പോയി, നിങ്ങളെക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചറിയാൻ പറ്റിയില്ല, നമുക്കിന്ന് ഡിന്നർ ഒരുമിച്ചായാലോ എന്ന്. അങ്ങനെ ജിം അതിനെ എഗ്രി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോളനി ഹൗസിൽ ജൂലിക്ക് വേണ്ടി പ്രത്യേക ഒരു റൂമും ഒരു കിടക്കയും ബ്ലാങ്കറ്റും പില്ലോയും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് എല്ലിസും ഫാത്മയും കൂടെ. എന്നിട്ട് അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ആ സ്വെറ്ററും കൊടുക്കുന്നു. ഷെരീഫും ഒത്തൊരുമിച്ച് ഡിന്നർ കഴിക്കുകയാണ്. തബീത്തയും ജിമ്മും ഈതനും ഒക്കെ. ഇപ്പോൾ സാറയായിട്ട് ഭയങ്കര ക്ലോസ് ആയി ഈതൻ. അവരങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലായിടത്തും ഒരു ടേപ്പ് റെക്കോർഡർ ഉണ്ട് കേട്ടോ, എല്ലാ വീടുകളിലും. ഇപ്പോൾ ഡൈനറിലും ഉണ്ട്. അതിൽ പെട്ടെന്ന് മ്യൂസിക് വരുവാണ്. അപ്പോൾ ഷെരീഫ് പറയാണ്, ചില സമയത്ത് ഇതിങ്ങനെ പാട്ട് കേൾക്കാമെന്ന്. ആ സമയത്ത് ഡെപ്യൂട്ടി അങ്ങോട്ട് വന്നിട്ട് കെനി ഷെരീഫിനെ വിളിക്കുകയാണ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഷെരീഫ് എക്സ്ക്യൂസ് എടുത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ജിം തബീത്തയോട് സോറി പറയാണ്. സാരമില്ല, നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരിക്കുന്നു. ബാക്കി ഫുഡും ഒക്കെ ആയിട്ട് സാറയും ഈതനും വന്നവിടെ വെച്ചു. സാറ അകത്തേക്ക് പോയി. ഇപ്പോൾ ഇവർ 3 പേരും അച്ഛനും അമ്മയും കുഞ്ഞും കൂടി ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിസ്സിസ് ലിയു സാറയോട് പറയുന്നുണ്ട്, നല്ല ഫാമിലി അല്ലേ, നല്ല സ്നേഹമുള്ള ഫാമിലി എന്നൊക്കെ. എന്നാൽ സാറ അവരെ നോക്കി നിൽക്കുന്നു. ലിയു അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് സാറയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടും. എന്നിട്ട് ഇവൾ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. കയ്യിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പം കിൽ ദ ബോയ് എന്ന് അവിടെ എഴുതി കാണിക്കുകയാണ്. ഇവൾ വലിയ വെപ്രാളത്തോടെ ഈതനെ നോക്കുന്നുണ്ട്. ഇച്ചിരി കഴിയുമ്പോൾ എഴുതിയത് കയ്യിൽ എഴുതി വന്നത് മാഞ്ഞു പോവുകയും ചെയ്തു. ഇവൾ അകത്തേക്ക് പോകാൻ വേണ്ടി നടക്കുമ്പോഴേക്കും താഴെ വീഴുന്നുണ്ട്. അവൾക്ക് സീഷ്യൂസ് വരുന്നു. ഇത് കണ്ടിട്ട് എല്ലാവരും കൂടെ ഓടി വന്ന് അവളെ സഹായിക്കുന്നുണ്ട്. ഇതേ സമയത്ത് കോളനി ഹൗസിൻ്റെ മുറ്റത്തായിട്ട് ആൾക്കാരെ കുഴിച്ചിടാൻ പാകത്തിനുള്ള 6 കുഴികൾ എടുത്ത് വച്ചിരിക്കുകയാണ് വിക്ടർ. ഇത് കണ്ട് അവിടുത്തെ അന്തേവാസികളൊക്കെ പരിഭ്രമിച്ച് പേടിച്ച് വീടിൻ്റെ മുറ്റത്ത് തന്നെയുണ്ട്. ഡോണ ഓടി വന്ന് ചോദിക്കുക, നീ എന്തു കാണിക്കുന്നത്, മനുഷ്യരൊക്കെ പേടിച്ച് അവിടെ നിൽക്കുക എന്ന് പറയുമ്പം, ഇത്തവണ ഞാൻ മുൻകൈ എടുത്ത് ചെയ്യാം എന്ന് വിചാരിച്ചു എന്ന് വിക്ടർ പറയുന്നു. ഇപ്പോൾ കുഴികളിലേക്ക് നോക്കി ഭയന്ന് നിൽക്കുന്ന ഡോണ.